ഇന്നത്തെ ടോപ്പിക്ക് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയ ഭൂവിഭാഗങ്ങളാണ് വൻകരകൾ അഥവാ ഭൂഖണ്ഡങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവയിൽ ചിലത് കരമാർഗമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ മറ്റുള്ളവ കടലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവയാണ് കരമാർഗമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനുള്ള വൻകരകൾക്ക് ഉദാഹരണം. ഭൂമിയുടെ വിസ്തീർണത്തിൻ്റെ 28% മാത്രമാണ് ഭൂഖണ്ഡങ്ങളായിട്ട് ഉള്ളത്. അതായത് മൊത്തം ഭൂമിയുടെ 1/3 വിഭാഗം മാത്രമാണ് ഭൂഖണ്ഡങ്ങൾ. ബാക്കി 2 ഭാഗവും ജലമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ എന്ന ഒരൊറ്റ വൻകര മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഗോണ്ട്വാന ലാൻഡ്, ലുറേഷ്യ എന്നിങ്ങനെ 2ആയി പിളർന്നു. ഭൂവൽക്കത്തിലെ പാളികളുടെ ചലനങ്ങൾ മൂലം വീണ്ടും ഈ 2 വൻകരകൾ പിളർന്നാണ് ഇന്നത്തെ രീതിയിൽ 7 വൻകരകളായി രൂപപ്പെട്ടതെന്നാണ് ചരിത്രം അനുമാനിക്കുന്നത്. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവയാണ് ഈ 7 ഭൂഖണ്ഡങ്ങൾ. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഷ്യയാണ്. ഇതേ ഏഷ്യ തന്നെയാണ് ജനസംഖ്യയുടെ കാര്യത്തിലും ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും ഏഷ്യയിലാണ് ഉള്ളത്. ഏറ്റവും കുറവ് ജനസംഖ്യ അന്റാർട്ടിക്കയിലാണ്. കരീബിയൻ ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് വടക്കൻ അമേരിക്ക. ന്യൂസിലാൻഡ്, ടാസ്മാനിയ, ന്യൂ ഗിനിയ, മറ്റ് പസഫിക് ദ്വീപുകൾ എന്നിവ കൂടിച്ചേരുന്നതാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയ്ക്ക് ഓഷ്യാനിയ എന്നും പേരും ഉണ്ട്. സുമേറിയൻ, മെസോപ്പൊട്ടേമിയൻ, ചൈനീസ് തുടങ്ങിയ നാഗരികതകൾ പലതും ജന്മമെടുത്തത് ഏഷ്യയിലാണ്. ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തുമതം തുടങ്ങി ലോകത്തിലെ പ്രധാന മതങ്ങൾ രൂപം കൊണ്ടതും ഏഷ്യയിൽ തന്നെ. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഏഷ്യയിൽ ആധിപത്യമുറപ്പിക്കാൻ 16-ാം നൂറ്റാണ്ട് മുതൽ തന്നെ യൂറോപ്യക്കാർ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ ഇവിടെ കച്ചവടത്തിനെത്തുകയും പിന്നീട് പല കോളനികളും കീഴടക്കുകയും ചെയ്തു. ഈ കോളനിവൽക്കരണം ഏഷ്യയുടെ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്ന പെട്രോളിയത്തിൻ്റെ വൻ ശേഖരമുള്ളതിനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ പ്രദേശമാണ് സൗത്ത് വെസ്റ്റ് ഏഷ്യ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവ ഉൾപ്പെടുന്ന ഇതാണ് ഇന്ത്യൻ ഉപദ്വീപ് അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ച് കിടക്കുന്നു. ഏറ്റവും കൂടുതൽ പർവ്വതങ്ങളുള്ളതും ഏഷ്യയിൽ തന്നെയാണ്. ലോകത്തിലെ 2000 മീറ്ററിലധികം ഉയരമുള്ള എല്ലാ പർവ്വതങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിൽ തന്നെയാണ്. ഏറ്റവും അധികം രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ 53 സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഉണ്ട്. യൂറോപ്യക്കാർക്ക് ഏറെ കാലമായിട്ട് അന്യമായി കിടന്നിരുന്ന ആഫ്രിക്കയെ ഇരുണ്ട ഭൂഖണ്ഡം എന്നും അറിയപ്പെടുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലെ ആദ്യ സംസ്കാരങ്ങളിലൊന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തതും ഈ വൻകരയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമി ഇതേ ആഫ്രിക്കയിലാണ്. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നഗരം. ദ സിറ്റി ഓഫ് 1000 മോസ്കസ് അഥവാ 1000 പള്ളികളുള്ള നഗരം എന്നൊരു വിശേഷണം കൂടി കെയ്റോയ്ക്കുണ്ട്. മനുഷ്യവംശത്തിൻ്റെ ആവിർഭാവം ആഫ്രിക്കയിലാണ് എന്നത് തെളിയിക്കുന്നതിനുള്ള ഫോസിലുകൾ അവിടെ നിന്നും ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മരണനിരക്കുള്ളത് ആഫ്രിക്കയിലാണ്. 48 വയസ്സാണ് അവിടുത്തെ ശരാശരി പ്രായം. ദാരിദ്ര്യം, രോഗങ്ങൾ, ജീവിത സൗകര്യങ്ങളുടെ അപര്യാപ്തത എന്നിവയാണ് ഇതിന് കാരണം. വടക്കും പടിഞ്ഞാറും ആഫ്രിക്കയിലെ രാജ്യങ്ങൾ മഗ്ബരിക് രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നു. സുഡാനാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നഗരം. സീഷെൽസ് ആണ് ഏറ്റവും ചെറിയ നഗരം. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റി യൂറോപ്പിലാണ്. ബ്രിട്ടനും അയർലൻഡുമാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപുകൾ. മരുഭൂമികളില്ലാത്ത ഒരേയൊരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്.
ലോകത്തിലെ ഏറ്റവും വലിയ തടാകമായ കാസ്പിയൻ സീ യൂറോപ്പിലാണ്. 27 രാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ 1993 നവംബർ 1 നിലവിൽ വന്നു. ഇവയിൽ പല രാജ്യങ്ങളും യൂറോയെ ആണ് പൊതു കറൻസിയായി ഉപയോഗിക്കുന്നത്. ഐലൻഡ് കോണ്ടിനെന്റ് എന്നും അറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഈ ഓസ്ട്രേലിയ ഒരു ഭൂഖണ്ഡം എന്നതുപോലെ തന്നെ ഒരു രാജ്യവുമാണ്. വലുപ്പത്തിൻ്റെ സ്ഥാനത്തിൽ 6ാം സ്ഥാനത്തുള്ള രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികൾ അബോറിജിൻസ് എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ഇവിടെയാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് വ്യവസ്ഥയായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് വടക്കൻ അമേരിക്കൻ വൻകരയിലാണ്. അമേരിക്കയിലെ ആദിമവാസികൾ അമേരിക്കൻ ഇന്ത്യൻസ് അഥവാ നേറ്റീവ് അമേരിക്കൻസ് എന്നും അറിയപ്പെടുന്നു. ഏറ്റവും നീണ്ട കടൽത്തീരമുള്ള ഭൂഖണ്ഡം വടക്കേ അമേരിക്കയാണ്. അമേരിഗോ വെസൂച്ചി എന്ന ഇറ്റാലിയൻ സഞ്ചാരിയിൽ നിന്നാണ് അമേരിക്കയ്ക്ക് ആ പേര് ലഭിച്ചത്. കരീബിയൻ കടലിനെ അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ദ്വീപ സമൂഹമാണ് വെസ്റ്റ് ഇൻഡീസ്. അമേരിക്കൻ വൻകരയിൽ ആദ്യമെത്തിയ യൂറോപ്പുകാരനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഏറ്റവും തണുപ്പുള്ള ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയുടെ 98% മഞ്ഞാൽ മൂടപ്പെട്ടാണ് കിടക്കുന്നത്. അന്റാർട്ടിക്കയുടെ താപനില ഒരിക്കലും 0-ന് മുകളിൽ എത്താറില്ല. ലോകത്തിലെ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളതും അന്റാർട്ടിക്കയിൽ തന്നെ. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ അന്റാർട്ടിക്കയിൽ സയൻറ്റിഫിക് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ മക്മർഡോ സ്റ്റേഷനാണ് ഏറ്റവും വലുത്. 1959 12 രാഷ്ട്രങ്ങൾ അന്റാർട്ടിക്ക ട്രീറ്റിയിൽ ഒപ്പുവെച്ചു. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ അന്റാർട്ടിക്കൻ ഭൂഖണ്ഡം ഉപയോഗിക്കൂ എന്നതാണ് ഈ ഉടമ്പടിയുടെ കരാർ.